അച്ഛൻ എന്താ കാണിക്കുന്നേ? എന്താടാ പത്രം തലയിരിച്ച് വായിക്കുന്ന എന്തിനാ? അയ്യോ നീ അറിഞ്ഞില്ലയോ? സ്വർണത്തിന്റെ വില കുത്തനെ അങ്ങ് ഉയർന്നു. തല തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ താഴോട്ട് വന്നെങ്കിലോ? അയ്യോ എടാ നീയേ കൊച്ചിനെ കൊണ്ട് അവിടെ വീട്ടിൽ പോയിട്ട് നിന്റെ മുഖത്തൊന്നുള്ള ഒരു മ്ലാനതാ. ഞാൻ എന്റെ ഭാര്യ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഇനി എനിക്ക് അവളെ വേണ്ട. അതൊരു വർത്തമാനാണ് നീ പറയുന്നത്. എന്ത്? ആ പാമ്പടിച്ച കൊച്ചിനെ എന്താണ് വീട്ടിൽ കൊണ്ടാക്കിയത്? ഉണ്ടാക്കി. ഇത്രയും ദൂരം പോയപ്പോ അച്ഛനോടൊന്നും വരത്തില്ലായിരുന്നു? അച്ഛൻ കൂടെ വരത്തില്ലായിരുന്നു? അച്ഛൻ അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛാ ഇഷ്ടമല്ല. ഇത്രയും ദൂരം പോകുമ്പോൾ വണ്ടിയുടെ സൈഡിൽ ഇരുന്നിട്ട് മരങ്ങൾ പുറമോട്ട് വന്നാൽ കാണാറില്ല അച്ഛൻ. എന്തായാലും എനിക്ക് അവളെ വേണ്ട. നിനക്ക് അവളെ വേണ്ട ഇല്ലയോ? വേണ്ട. എടാ എന്താണ് വിഷയം പറയടാ. അവള് ഭയങ്കര പിശാച്ചാച്ചാ. അയ്യോ എന്ന് പറഞ്ഞാൽ നീ വലിയ പുണ്യാളനല്ലയോ? എടാ നിന്നെ എന്തിനാണ് ഞാൻ പിടിച്ച് കല്യാണം കഴിപ്പിച്ചത്? അച്ഛന് പെണ്ണ് കിട്ടാത്തോണ്ട് എന്നെ കൊണ്ട് കെട്ടിച്ച്. അതാണോ? എടാ ഈ തോന്നിയാസം പറയല്ലേ. നിന്റെ അമ്മ പോയാ പിന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം പറയുന്നു. എന്ത്? ഇനി ഈ നോട്ടം നോക്കിയാലേ കണ്ണ് കുത്തി പൊട്ടിക്കുമെന്ന്. അന്തരായി പോയാ ഇതാരാണ് ഇത് പറഞ്ഞു? ഇതാരാ പറഞ്ഞു? സുമചേച്ചിയുടെ അടുത്ത് പറഞ്ഞ. സുമചേച്ചിയാന്ന് പറഞ്ഞു. അവള് പറയവല്ലടാ പ്രവർത്തിക്കൂടാ. അച്ഛൻ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരാൻ പറ്റും എനിക്ക് ഈ ബന്ധം. കാര്യഭാഗനകത്ത് വേസ്റ്റ് കൊണ്ട് കളയുന്ന പോലെ കളഞ്ഞിട്ട് വന്ന് ഈസി അല്ലത്. പിന്നെ ഈ ബന്ധം ഒഴിവാക്കണ നിയമവശങ്ങളുണ്ട് അതിനകത്തില്. അതിനിപ്പോ എന്തോ ചെയ്യണമെന്ന് പറയാം. എടാ തെക്കമ്പുറത്തെ മോഹനെ അറിയാവോ? അറിയാം. അവന്റെ ഒരു മോനുണ്ട്. അവൻ നിന്റെ കൂടെ പഠിച്ചതാ. അവനിപ്പോ അഡ്വക്കേറ്റാ. നീയോ അടവെടുത്ത് ഇവിടുന്ന് കേറ്റുന്നു. എടാ അവനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് പറയാം നിയമവശമായിട്ട് കാര്യങ്ങൾ എന്തുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് പറയാം. ഫോൺ വിളിച്ച് പറയാം. അയ്യോ ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. അത് കഴിയാതെ കയറി വന്നു. എന്തിനും ഷൂട്ട് കഴിഞ്ഞാൽ അപ്പോഴേ വീട്ടിൽ പോകും. ഫോൺ കോൾ എന്തിനു വെറുതെ? വന്നാ പോരെ, വക്കീൽ വന്നാ പോരെ. വന്നല്ലോ വക്കീൽ. സ്ക്രിപ്റ്റിലുള്ള വേണ്ട ഇത്. കണ്ടിന്യൂ. വക്കീൽ വന്നല്ലോ. ഈ വക്കീൽ എന്തിനാ ഈ കോട്ട് ഒക്കെ ആയിട്ട് വന്നത്? പിന്നെ മൺമട്ടി വെച്ചോണ്ട് വരാൻ പറ്റുമോ? വക്കീലി കോട്ട് വേണ്ടേ? മൺമട്ടി വെച്ചോണ്ട് വന്ന വക്കീലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതല്ലേ വക്കീലേ, ഞാൻ ഞാറക്കല്ല അപ്പുകൂട്ടെ. അപ്പൊ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പുട്ടായിരിക്കും അല്ലേ? ഞായറാഴ്ച അപ്പം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം കിട്ടുമെന്നല്ല പറഞ്ഞത്. ഞാൻ ഞാറക്കല്ല അപ്പുകൂട്ടൻ. എന്റെ മോനായവൻ. പറച്ചിലേട്ടത്തൊന്നും ഞാൻ നിർബന്ധിച്ചു കേട്ടാ മോനാക്കിയെന്ന് തോന്നുന്നു. അതല്ല മകനല്ലേ, നിങ്ങളല്ലേ കല്യാണം കഴിച്ച മകനായത്? അതല്ല ഇവന്റെ ചില പ്രശ്നങ്ങൾ കാരണം. ഇവര് നോക്കി, ഇവര് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ചതാ. ഒരുമിച്ച് പഠിച്ചതാ. ഏത് സ്കൂളിലായിരുന്നു? നമ്മളാ കൊടുവണ്ണൂർ സ്കൂളില്ലേ? കൊടുവണ്ണൂർ സ്കൂളില് അവിടെ ആ കഞ്ഞിപ്പേരില് നമ്മൾ മുഖാമുഖം നോക്കി കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓ അത് ശരി. അപ്പൊ ഒരുമിച്ച് പഠിച്ചതല്ല, ഒരുമിച്ച് കുടിച്ചെന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. നീ സ്കൂളിൽ പോയത് കഞ്ഞി പയറും തിന്നാനാണോ? അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പയറ് പോലെ നടക്കുന്നത്. എടാ പയറ് പോലെ നിൽക്കുവാണെങ്കിൽ ഒന്ന് മുളയ്ക്കണം, അല്ലെ ഒന്ന് പടർന്ന് വന്നിരിക്കണം. ചുമ്മാ അല്ല പെണ്ണ് നിന്നെ കൊണ്ട് കളഞ്ഞത്. അല്ലേ എന്നാ വിഷു എന്താ? മേടത്തിലില്ലോടാ. മേടത്തിലാ വിഷു. വിഷു ആണോ ഞാൻ ചോദിച്ചത്? എന്തോ വിഷയം എന്നല്ല ചോദിച്ചത്. വിഷയം പറ. വിഷയം എന്ന് പറഞ്ഞാലേ ഇവരൊരു പെണ്ണ് കിട്ടിയായിരുന്നു. അപ്പൊ അവളെ കൊണ്ട് കളഞ്ഞു. അപ്പൊ വക്കീൽ ഇടപെട്ടിട്ട് ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കി തരണം. ഡിഷ് വാഷ്. നിങ്ങളുടെ വീട്ടിലെ പാത്രം കഴുകാൻ വന്നാണോ ഞാൻ? അല്ല വക്കീലേ, മനസ്സിലായില്ലേ? ഞാനും പെണ്ണുമായിട്ട് പിണങ്ങിയല്ലോ. അപ്പൊ പിണങ്ങിയ പേരിന് വേണ്ടി ഒരു റിവേഴ്സ് വേണമെന്ന് ആണ് അച്ഛൻ പറഞ്ഞത്. ഇവിടെ വെള്ളപ്പൊക്കം വന്നായിരുന്നു. അപ്പൊ അച്ഛൻ മോനും എവിടെ ആയിരുന്നു? ഞങ്ങൾ തട്ടുമ്പുറത്തിരിക്കുവായിരുന്നു. ആ സമയത്ത് പോലും സ്കൂളിന്റെ തിന്നെ പോയില്ല. എങ്ങനെയെങ്കിലും നടന്നു. ആദ്യം കാര്യങ്ങൾ അറിയണം. എങ്ങനെയായിരുന്നു കല്യാണം? ഏത് സമയത്തായിരുന്നു കല്യാണം എന്ന് പറഞ്ഞാൽ 1980, 40 തീ വെച്ച് കഴിഞ്ഞെങ്കിൽ കറക്റ്റ് 87 എന്റെ കല്യാണം. അത് നിങ്ങളുടെ കല്യാണമാണോ ചോദിച്ചത്? ഈ ചെറുക്കനും പെണ്ണും തമ്മിലുള്ള കല്യാണം എന്നായിരുന്നു? എല്ലായിരുന്നു എവിടെ വെച്ചായിരുന്നു? അതെ പുല്ലാങ്കുഴലിലെ ഹോളി വെച്ചായിരുന്നു കല്യാണം. പുല്ലാങ്കുഴലിന്റെ ഒരു കൊച്ചു ഹോളിൽ അപ്പൊ അതിനകത്ത് താലി പോലും ഇറങ്ങി ചെല്ലൂല്ലോ. പിന്നെ അവിടെ വെച്ച കല്യാണം. അയ്യോ ഇങ്ങനെ വായിക്കുന്ന പുല്ലാങ്കുഴലിലെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഇവിടെ അടുത്തൊരു പുല്ലാങ്കുഴൽ എന്ന് പറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തുണ്ട്. അതിലെ ഹോളി വെച്ചായിരുന്നു കല്യാണം എന്ന് പറഞ്ഞത്. അങ്ങനെ എനിക്കത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് എനിക്ക് റിവേഴ്സ് വരുത്താം. പെട്ടെന്ന് റിവേഴ്സ് അങ്ങനെ പറ്റൂല. അത് അതിനൊക്കെ കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതായത് എനിക്ക് ഒരുപാട് കേസ് കിട്ടുള്ളതാണ് കേട്ടോ. ഒരു നമ്പർ എനിക്ക് ഒരുപാട് കേസ് കിട്ടണം. കോടതിയിൽ ഒരുപാട് കേസ് കിട്ടുള്ളതെന്ന് ഒരു നമ്പർ തരണം. എന്തോ മനുഷ്യനാ നിങ്ങൾക്ക്. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതമൊക്കെ? എങ്ങനെയായിരുന്നു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടേനും പിടിച്ചേനും വഴക്കായിരുന്നു. എവിടെയാണ് തൊടുന്നത്, എവിടെയാണ് പിടിക്കുന്നത്? അതായത് അവൾ എന്ത് സാധനം മേടിച്ചു വെച്ചാൽ ഞാൻ തൊടും, അപ്പൊ വഴക്ക് പറയും. ഓഹോ. പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദിവസം മറിഞ്ഞു വീഴാൻ പോയി. ഓഹോ. കാരണം ഞാൻ കയറി പിടിച്ച്. അതിന് വഴക്ക് പറഞ്ഞു. ഓ അങ്ങനെ ഉണ്ടല്ലേ. അല്ല വേറെ സംഭവം ചെറുക്കൻ നിൽക്കുന്ന ഞാൻ പറയാത്തത്.
പിന്നെ എന്റെ ചെവിയിൽ എഴുതി വെക്കുമായിരുന്നല്ലോ. എടാ വ്യക്തമായിട്ടുള്ള കാര്യം പറ. നിന്റെ ദാമ്പത്യ ജീവിതം എങ്ങനെയാണെന്നുള്ള കാര്യം. നിങ്ങളെ മുറിയിൽ എങ്ങനെയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ? ദാമ്പത്യ ജീവിതത്തില് കുറെ വിള്ളലുകൾ ഉണ്ടായിരുന്നു. വിള്ളലുകൾ ഉണ്ടായിരുന്നു. ഈ ഇവള് ഒരു ദിവസം റൂമില് ഞാൻ ഇവിടെ റൂമിൽ നിന്നപ്പോൾ ഞാൻ അകത്ത് ചെന്നു. ഇവളൊരു ചുമന്ന ചുരിദാർ ഇട്ട് നിൽക്കുമായിരുന്നു. പച്ച ചുരിദാറായിരുന്നു അവിടെ പച്ചയായിട്ടിരുന്ന പച്ചയായിരുന്നു എനിക്ക്. പച്ച ചുരിദാർ. ഈ പച്ച ചുരിദാർ ഇട്ടാണ് ചെന്നപ്പോഴത്തേക്ക് ഞാനൊരു കറുത്ത ഷർട്ടും വെള്ള മുണ്ടുമായിരുന്നു. വെള്ളയിൽ പുള്ളിയുള്ള ടീഷർട്ടാണ് നീ ഇട്ടത്. വെള്ള പുള്ളിയ ടീഷർട്ട്. അല്ല നിങ്ങളെന്താ അങ്ങോട്ട് നോക്കിക്കുന്നേ? അല്ല ഇവിടെ നിന്ന് എഴുതുന്നതാണ് കറക്റ്റ് ആയിട്ട്. അങ്ങനെ ഞാൻ അകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു ആപ്പിൾ എടുത്ത് എനിക്ക് തന്നു. ഞാൻ പറഞ്ഞു ഞാൻ കൈ കഴുകിട്ട് വരാന്ന് പറഞ്ഞു. കൈ കഴുകാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ആപ്പിൾ എവിടെ എടുത്തങ്ങ് തിന്ന്. കൊച്ചല്ല ഞാൻ എടുത്ത് ഞാൻ ആപ്പിൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് കിടക്കാം. ഞാൻ അവളെ കൂടെ കിടന്നില്ല. ഇപ്പം പിടിച്ചു കിടത്തിയതാ. ഇപ്പം പിടിച്ചു കിടത്തി കഴിഞ്ഞ ഉടനെ കറണ്ട് പോയി. പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തോന്ന് എനിക്കറിയത്തില്ല. കറണ്ട് പോയല്ലേ? ബാക്കിയൊന്നും അറിയത്തില്ല. ബാക്കി എന്തോന്നും വ്യക്തമായില്ലല്ലോ. ഇതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നോട്ടീസ് അയക്കണമല്ലോ. അതിന് എന്ത് ചെലവ് വരും? ഒരു 10,000 രൂപ ആവും. 10,000 രൂപ വെച്ചാ 10,000 രൂപയുടെ ചെലവിന്റെ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു കാര്യം ചെയ്യ്, വക്കീൽ ഒരു നോട്ടീസ് അച്ചടിച്ചിട്ടെ ഇനി ഞങ്ങളുടെ ഞങ്ങൾ പത്രക്കാരനെ കൊടുക്കാം. പത്രത്തിന്റെ ഇടയിൽ വെച്ചിട്ട് കൊച്ചിന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കാം. 50 രൂപ കൊടുത്താൽ മതിയല്ലോ. ഞാൻ പുതിയ ചിക്കൻ സെന്റർ തുടങ്ങുമല്ലേ, വക്കീലിന്റെ നോട്ടീസ് അയക്കുള്ളൂ. അതിന് അത്രയും പൈസ ആവത്തില്ല. കോടതിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. കോടതി എല്ലാ സംഭവങ്ങളുണ്ട്. നിങ്ങൾ എഴുതി ഒപ്പിട്. എഴുതി ഒപ്പിട്. എന്തോ ഇട്ട് കറക്കുന്ന നമ്മുടെ ഉണ്ടാക്കുക. അപ്പുറത്തെ വിശമ്പരം ചോദിക്കാനല്ലേ ഞാനല്ല ജനലിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചെന്ന് പറയാൻ. വേന എടുത്ത് കളഞ്ഞു. പിന്നെ ഒപ്പിട്ടെ വേന കറക്കി നിങ്ങളെ ബന്ധത്തിന്റെ കാര്യം. ഓ നീണ്ട വരയും കുത്തും പെട്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. എന്റെ പൊന്നെ. അപ്പൊ ഞാന് ഒരു തീർപ്പ് എഴുതുകയാണ്. എഴുതിയത് വായിക്കാം. ഞാറക്കൽ അപ്പുക്കുട്ടൻ മകൻ രാജേഷും ഭാര്യ മിനിയും തമ്മിലുള്ള ദാമ്പത്യ വിള്ളലിന്റെ അടിസ്ഥാനത്തിൽ ഞാറക്കൽ അപ്പുക്കുട്ടനും മകനും തമ്മിലുള്ള ബന്ധം വേർപിരിയുന്നു. എടാ നിന്റെ ദാമ്പത്യ ജീവിതത്തിലല്ല വിള്ളല്, നിന്റെ ബെഡ്റൂമിലാണ് വിള്ളലെന്ന്. അതെങ്ങനെ അച്ഛനെ വേർപെടുത്തുന്നത്? എടാ ഈ കുടുംബത്തിലെ ഒന്നാം തരം ഒളിഞ്ഞോട്ടക്കാരൻ. നിന്റെ ചേട്ടൻ സുഭാഷിന്റെ വീട്ടിൽ പോയി ഞാൻ താമസിക്കും. എവിടാ പുള്ളിയുടെ വീട്? അങ്ങ് തെക്കമലയിലാണ്. അപ്പൊ തെക്കമലയിൽ ഒരു കേസും കൂടെ എനിക്കായി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.